കണ്ണൂരിലേക്കാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയുടെ പല മേഖലകളിലും രാത്രി ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ്, പിന്നെ മാർക്കറ്റ് ഭാഗങ്ങൾ ഇതൊക്കെ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ അവിടെ കാണാതായി. ഈ രണ്ടുപേരെ കുറിച്ചുള്ള വിവരങ്ങൾ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതൽ പേരെ നിലവിൽ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത്. സി കെ വിജയൻ ചേരുന്നുണ്ട്. സി കെ, ഈ കണ്ണൂരിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം, ഒപ്പം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം കനത്ത വെള്ളക്കെട്ടാണ്. ഇന്നലെ ഇടതടവില്ലാതെ രാത്രി മഴ പെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വെള്ളം ഇറങ്ങി തുടങ്ങാൻ തന്നെ അത്യാവശ്യം സമയമെടുക്കും. അതുമാത്രമല്ല, ഇപ്പോൾ സംസ്ഥാനത്താകെ ഈ മഴക്കെടുതിൽ കാണാതെ പോയ 7 പേരിൽ 2 പേർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴും അവിടെ മഴ തുടരുന്നുണ്ടോ സി കെ? മഴ നേരിയ രീതിയിലാണെങ്കിലും ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ മഴ ശമിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ചും നമ്മൾ ഈ പറയുന്ന മലയോര മേഖലകളിലാണ് ആശങ്ക കൂടുതൽ നിലനിൽക്കുന്നത്. കാരണം ഉരുൾപൊട്ടലുള്ള സാധ്യതയാണ് പ്രധാനമായും അവിടെ ഭയപ്പെടാനുണ്ടായ കാരണവും. നമ്മൾ ഇന്നലെ ഈ ചെറുപുഴ മുതൽ ഈ മാഹി വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതേ സ്വഭാവത്തിൽ മഴ പെയ്തു, അതിശക്തമായ മഴ പെയ്തു. മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായത് ഇന്നലെ വൈകിട്ടായിരുന്നു. ആ വൈകിട്ട് മഴ കുറഞ്ഞതോടുകൂടി തന്നെ പല ഭാഗങ്ങളും വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം പേർ ഇപ്പോൾ വിവിധ ക്യാമ്പുകളിലായി, 15ഓളം ക്യാമ്പുകളിലായി പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു വലിയ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന നിലയിലല്ല, സുരക്ഷിതമായി ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പ് എന്ന നിലയിലാണ്. പല സ്ഥലത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത് ഈ ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൊതുവിൽ അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ വെള്ളം കയറുന്നതാണ്. ആ വെള്ളം ഇന്നലെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലായാലും മാർക്കറ്റ് റോഡിലായാലും എല്ലാം തന്നെ, ഈ ചെങ്ങളായി എന്ന് പറയുന്ന സ്ഥലം, കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ എല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ട്. ആ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ല. പിന്നീടുള്ളത് നമ്മൾ പറഞ്ഞ ആറളം, ഇരിട്ടി മേഖലകളിലാണ്. അവിടെ അത്ര വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഇപ്പോൾ ഇല്ല. പക്ഷെ പൊതുവിൽ ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മഴ അലേർട്ടുകൾ കൃത്യമായി ജനങ്ങൾ പാലിക്കുന്നുണ്ട്. അത് പാലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റവന്യൂ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് പൊതുവിൽ ആളപായങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല. ഒരുപക്ഷെ രാത്രി ലേറ്റായി നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആശങ്കയുണ്ടാക്കിയ 2 കാര്യം, ഒന്ന് ഈ പേരാവൂരിൽ നിന്ന് കാണാതായ ഹനീഫയും അതോടൊപ്പം തന്നെ ഈ പുളിങ്ങോത്ത് നിന്ന് കാണാതായ രാജേഷുമാണ്. ഇവർ 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഓക്കെ, കണ്ണൂരിലെ സാഹചര്യം അതാണ്. വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ വീടുകളിലേക്കും കടകളിലേക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ വെള്ളം ഇരച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പഴയപടിയാക്കാൻ അത് എന്തുമാത്രം പണിയുള്ള ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുണ്ടെങ്കിലും ആളുകളെ സംബന്ധിച്ച് ആ ദുരിതം അത് ഒഴിയുന്നില്ല. എന്തായാലും സി കെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആളുകളൊക്കെ കൃത്യമായിട്ട് ഈ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ ക്യാമ്പുകളിലേക്കൊക്കെ മാറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഏത് സമയവും ജാഗ്രത അത് അനിവാര്യമാകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മഴ നിലവിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ ജാഗ്രത കൈവിടരുത്.